ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗയും ദേവയാനിയും കൂടി ജ്യോതിശാലയത്തിലേക്ക് എത്തുന്നു. ഗംഗയുമായി ദേവയാനി എവിടേക്കാണ് പോയതെന്നറിയാനായി ഗൗരി അവരെ പിന്തുടർന്നു. ഈ സമയത്ത് ജ്യോതിശാലയത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഗംഗയുടെയും മഹിയുടെയും ജാതകങ്ങൾ ജ്യോതിഷന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ദേവയാനി അവരുടെ വിവാഹം കഴിഞ്ഞെന്നും അവരുടെ പൊരുത്തം അറിയാനാണ് വന്നത് എന്നും പറഞ്ഞു. അത് കേട്ടതോടെ ജ്യോതിഷം പറഞ്ഞു, അത് പിന്നെ വിവാഹം കഴിഞ്ഞെങ്കിൽ ഇനി പൊരുത്തം നോക്കിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞത്. ഉടനെ ദേവയാനി പറഞ്ഞു, അത് പിന്നെ ഞങ്ങള് ആലോചിച്ചുറപ്പിച്ച വിവാഹം ആയിരുന്നില്ല നടന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരുടെ പൊരുത്തമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നറിയാനാണ് എന്ന് പറഞ്ഞത്. വേഗം അദ്ദേഹം അവരുടെ കയ്യിൽ നിന്ന് ആ ജാതകങ്ങൾ വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ച് നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് ജാതകങ്ങൾ രണ്ടും നോക്കിയതിനു ശേഷം ജ്യോത്സ്യൻ മനസ്സിൽ ഉറപ്പിച്ചു, ദൈവമേ, ഇവർ തമ്മിൽ 10 പൊരുത്തവുമുള്ള ജാതകങ്ങളാണല്ലോ. സാക്ഷാൽ മഹാദേവനും ശ്രീ പാർവതിയും പോലെ ഇവരുടെ ഈ പൊരുത്തം ഇത്രത്തോളം മറ്റാർക്കും ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇവരെ കുറിച്ചാണല്ലോ ഞാൻ കളവ് പറയേണ്ടത് എന്ന് ആലോചിച്ച് അദ്ദേഹം ദേവയാനിയെ നോക്കുമ്പോ ഗംഗ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ദേവയാനി ജ്യോത്സ്യനോട് താൻ പറഞ്ഞതുപോലെ തന്നെ പറയണമെന്ന് ഓർമ്മപ്പെടുത്തണം. ജ്യോത്സ്യൻ അത് കണ്ടതോടെ തലയാട്ടി അങ്ങനെ തന്നെ ആകാമെന്ന് അറിയിച്ചു. അതിനുശേഷം ഗംഗയോടും ദേവയാനിയോടുമായി ജ്യോത്സ്യൻ പറഞ്ഞു, അതെ, ഇവർ തമ്മിൽ ഒരിക്കലും പൊരുത്തം ഇല്ലാത്ത ജാതകങ്ങളാണ്. ഒരു കാരണവശാലും വിവാഹിതരാകാൻ പാടില്ലാത്തവരായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു ദാമ്പത്യ ബന്ധം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് ഉടനെ തന്നെ ഈ കുട്ടിയുടെ താലിഭാഗ്യം ഇല്ലാതാകും. അതാണ് ഇതിനാൽ ഉണ്ടാകാൻ പോകുന്ന ആപത്ത് എന്ന് ജ്യോത്സ്യൻ അറിയിച്ചു. അത് കേട്ടതോടെ ഗംഗ ആകെ ഞെട്ടി. ഉടനെ ദേവയാനി ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഗംഗയെ ആശ്വസിപ്പിച്ചു. മോളെ എന്ന് ആശങ്കയോടെ ദേവയാനിയും ഗംഗയെ വിളിച്ചു. ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന രീതിയിൽ ദേവയാനി അഭിനയിച്ചു. ഇതെല്ലാം മനസ്സിലാക്കിയ ഗൗരി ഉടനെ പുറത്തു നിന്നുകൊണ്ട് ഗംഗയെ വിളിച്ചു. ഗംഗെ, നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്. അവരുടെ ചതിയിൽ നീ വീടല്ലേ ഗംഗെ. നീ ഒരു കാരണവശാലും അവരെ വിശ്വസിക്കരുത്. അവർ നിന്നെ ചതിക്കുകയാണ് എന്നെല്ലാം ദേവയാനിയും ആ ജ്യോത്സ്യനും ചേർന്ന് ഗംഗയെ ഇപ്പോഴും കള്ളങ്ങൾ പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗ, അവിടുന്ന് ഓടിപ്പോകൂ, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഗംഗയോട് ഗൗരി ഉറക്കെ വിളിച്ചു പറയുന്നു. എന്തായാലും ഞാൻ നിന്നെ അവരിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഗംഗയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗൗരി ആ ജ്യോതിശാലയത്തിലേക്ക് കയറാനായി ശ്രമിക്കുമ്പോഴേക്കും അതിന് വാതുക്കൽ വെച്ചിരുന്ന ആ സുദർശന ചക്രത്തിന്റെ ശക്തിയാൽ ആ നിമിഷം തന്നെ ഗൗരി പുറത്തേക്ക് എറിയപ്പെടുന്നു. ഉടനെ തന്നെ ഗൗരി അവിടെ നിന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഗംഗ, എനിക്ക് അകത്തേക്ക് വരാൻ കഴിയുന്നില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഓടി വാ, അവിടുന്ന് രക്ഷപ്പെട് എന്നെല്ലാം പറഞ്ഞു. ഈ സമയത്ത് ജ്യോത്സ്യൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച ഗംഗ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ഗംഗ, ഇനി എന്താ പരിഹാരം എന്ന് ചോദിക്കുമ്പോ ദേവയാനി പറഞ്ഞു, നമുക്ക് അതിനുള്ള പരിഹാരം ജ്യോത്സ്യനോട് തന്നെ ചോദിക്കാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഒരു പരിഹാരം ഉണ്ടാകാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് എന്താ പരിഹാരമെന്ന് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാമെന്ന് അറിയിച്ചു. ഉടനെ ജ്യോത്സ്യൻ പറഞ്ഞു, പരിഹാരമുണ്ട് കുട്ടി, കുട്ടി സങ്കടപ്പെടാതെ. ഇപ്പോ ഒരു കാരണവശാലും നിങ്ങൾ 3 മാസത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പാടില്ല. മഹിയുമായിട്ട് ഒരു നല്ലൊരു ജീവിതം മോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 മാസത്തേക്ക് നിങ്ങൾ തമ്മിൽ ഭർത്താവും ഭാര്യയുമായിട്ടുള്ള യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഭർത്താവ് എന്ന രീതിയിൽ മഹിയെ നോക്കുക പോലും ചെയ്യരുത്. അങ്ങനെ കൂടി വന്നാൽ അത് അദ്ദേഹത്തിന്റെ ജീവൻ ആപത്തുണ്ടാക്കും. അത് മറക്കണ്ട എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. അത് മാത്രമല്ല, ഈ 3 മാസം കഠിന വ്രതത്തിലുമായിരിക്കണം. അതാണ് വേണ്ടത്. ഭർത്താവ് എന്ന നിലയിൽ ഒരു നോട്ടം കൊണ്ട് പോലും അദ്ദേഹത്തെ മോശമായി ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് ഗംഗയോട് വീണ്ടും ആ ജ്യോത്സ്യൻ ഓർമ്മപ്പെടുത്തി. അതെല്ലാം കേട്ടതും ഗംഗ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ. എന്റെ ജീവൻ പോലും എന്റെ മഹിയേട്ടന് വേണ്ടി പകരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ മഹിയേട്ടന് ഒരാപത്തും വരുത്തരുത്. അങ്ങനെ ഗംഗ ആവശ്യപ്പെട്ടതും ജ്യോത്സ്യൻ പറഞ്ഞു, ഈ 3 മാസത്തേക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. 3 മാസം കഴിയുമ്പോൾ വലിയൊരു പൂജ കൂടി നടത്തി വേണം നിങ്ങൾ വീണ്ടും ഒരു നല്ല കുടുംബജീവിതം ആരംഭിക്കാൻ. അത്രയും ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, ശരി, ഞാൻ അത് അതേപടി ചെയ്തോളാം എന്ന് ഗംഗ സമ്മതിക്കുന്നു. അവസാനം ദേവയാനി താൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയതിന്റെ സന്തോഷത്തിൽ ഗംഗയുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. കാറിൽ യാത്ര തിരിക്കുന്നതിനിടയിൽ ഗംഗയുടെ മനസ്സിലെ അലട്ടിക്കൊണ്ടിരുന്നത്
ജ്യോത്സ്യന്റെ വാക്കുകളായിരുന്നു. മഹിയുടെ ജീവൻ ആപത്തുണ്ടാകുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഗംഗയുമായി ഒരു ജീവിതം തുടങ്ങിയാൽ മഹിയുടെ ജീവൻ ഇല്ലാതാകുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, അതെല്ലാം ഓരോ നിമിഷവും ഗംഗയുടെ മനസ്സിനെ അലട്ടി. അത് കണ്ട് ആസ്വദിച്ചിരുന്ന ദേവയാനി വേഗം ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി ഒന്ന് ഒതുക്ക്, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് എന്നറിയിച്ചു. വേഗം അയാൾ വണ്ടി ഒതുക്കിയതും ഗംഗയോട് കാറിന് പുറത്തിറങ്ങാനായി ദേവയാനി പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ ഗംഗ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ദേവയാനി ചോദിച്ചു, എനിക്കറിയാം നിനക്ക് മഹിയോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന്. നീ മഹി മാളുവിനെയും അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഇപ്പോ നമുക്ക് വലുത് മഹിയുടെ ജീവനല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു കുടുംബജീവിതം ഇപ്പോൾ തുടങ്ങിയാൽ അത് മഹിയുടെ ജീവൻ ആപത്താകുമെന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. സത്യത്തിൽ നിങ്ങളുടെ വിവാഹം പൊരുത്തം നോക്കാതെ നടത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ജ്യോത്സ്യൻ അരികിലേക്ക് ചെന്നതും നിങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന്റെ സമയം കുറിക്കാനും. എന്നാൽ ഇപ്പോ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതും അറിയാനിടയായതും എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, ഞാനും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലല്ലോ ആന്റി. ഉടനെ തന്നെ ഗംഗയോട് ദേവയാനി പറഞ്ഞു, മോളെ, നിന്റെ നല്ല തീരുമാനത്തിൽ, നിന്റെ നന്മ നിറഞ്ഞ തീരുമാനമാണ് എന്റെ കുടുംബത്തെ ഇനി മുന്നോട്ട് നയിക്കുക. നീ എടുക്കുന്ന തീരുമാനത്തിലൂന്നിയാണ് ഇനി എന്റെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം. അതുകൊണ്ട് മഹിയുടെ സന്തോഷം, മഹിയുടെ ജീവൻ, അതാണ് കൈലാസം വീടിന്റെ സന്തോഷവും. എപ്പോഴും കൈലാസം വീടിന്റെ ഇപ്പോ ഈ അവസ്ഥയിൽ എത്തിക്കാനുണ്ടായ കാരണം മഹിയുടെ ഒപ്പമുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ മഹിയുടെ സന്തോഷമാണ് കൈലാസം എന്ന ആ വീടിന്റെ എല്ലാവരുടെയും സന്തോഷം. അതുകൊണ്ട് മഹിക്ക് ഒരാപത്തും വരുത്തരുത്. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇക്കാര്യം മഹി ഒരു കാരണവശാലും അറിയാനും ഇടയാകരുത്. മഹി ഇത് അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മോൾ ഓർമ്മിക്കണം. മഹിയോട് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹി ചിലപ്പോ ഇതിനെയൊന്നും അനുകൂലിച്ചെന്ന് വരില്ല. മഹിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ആളാണ്. ആ നിലയ്ക്ക് മഹി ഇതിനെ ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഏതു വിധേനയും ഈ ഒരു സത്യാവസ്ഥ മഹിയിൽ നിന്ന് മറച്ചു പിടിച്ചേ കഴിയൂ. അതോടൊപ്പം തന്നെ മാളുവിനോടും ഇത് പറയരുത്. മാളുവും മഹിയും ഇക്കാര്യങ്ങൾ അറിഞ്ഞാൽ അതിനെ ഒരിക്കലും അനുകൂലിക്കുകയോ അതനുസരിക്കുകയോ ചെയ്യില്ല. ഗൗരിയുടെ കാര്യം തന്നെ ഓർത്തു നോക്കിക്കേ. ഗൗരിയുമായിട്ടും അന്ന് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് മഹി ഗൗരിക്കൊപ്പം ഒന്നിച്ച് ജീവിച്ചാൽ ഗൗരിയുടെ ജീവൻ ആപത്തുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ മഹി അന്ന് അതൊന്നും കണക്കിലെടുത്തിരുന്നില്ല. അതിനെ അംഗീകരിക്കാനും തയ്യാറായില്ല. അവസാനം എന്താ സംഭവിച്ചത്? ഗൗരിയുടെ ജീവൻ നഷ്ടമായില്ലേ? അതുപോലെ തന്നെയാണ് ഈ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 3 മാസക്കാലം വ്രതശുദ്ധിയോടെ വേണം മോള് കഴിയാൻ. എനിക്കറിയാം വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവിനൊപ്പം കഴിയാത്തതിന്റെ മനോവിഷമം, അതിന്റെ വേദന എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ മോളെ, നിന്റെ മനസ്സ് നന്മ നിറഞ്ഞതാണ്. നിന്റെ മനസ്സിന്റെ നന്മയാണ് ഇനി എന്റെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം. അതുകൊണ്ട് മറ്റൊന്നും മോൾ ഇനി ചിന്തിക്കരുത്. ഗംഗയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ എന്ന് ചോദിച്ചത് ഗംഗ പറഞ്ഞു, അറിയാം ആന്റി. പക്ഷേ ഞാനിനി മാളുവിനോട് എന്ത് പറയും? എന്ത് പറഞ്ഞ് ഞാൻ മാളുവിനെ മനസ്സിലാക്കിക്കും എന്ന് ചോദിക്കുമ്പോ ഇതെല്ലാം കേട്ടു നിന്ന ഗൗരി ഗംഗയോട് പറയുന്നു, ഗംഗെ, ഇവർ നിന്നെ ചതിക്കുകയാണ്. ഇവർ പറയുന്നതൊക്കെ പെരും കള്ളങ്ങളാണ്. നീ അതൊന്നും വിശ്വസിക്കരുത്. ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ചതി ഞാൻ എങ്ങനെയാണ് നിന്നെ ബോധ്യപ്പെടുത്തുക? മഹിയേട്ടനോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞേ തീരൂ. മഹിയേട്ടനോടൊപ്പം സന്തോഷകരമായി നീ ജീവിക്കരുത് എന്നതാണ് ഇവരുടെ ഉദ്ദേശം. അത് നീ തിരിച്ചറിയണം ഗംഗെ എന്നെല്ലാം ദേവയാനി പറയുന്നത് കേട്ട് ഗൗരി ഉറക്കെ വിളിച്ചു പറയുന്നു. അതൊന്നും കേൾക്കാൻ കഴിയാതെ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് ഗംഗ. അവസാനം ഗംഗ ദേവയാനിക്ക് വാക്ക് നൽകി താൻ ഒരു കാരണവശാലും മഹിയേട്ടനോട് ഇക്കാര്യങ്ങൾ പറയുകയില്ല എന്ന്. അങ്ങനെ ഗംഗയിൽ നിന്ന് ആ വാക്ക് വാങ്ങിച്ചതിന്റെ സന്തോഷത്തിൽ, തന്റെ തന്ത്രങ്ങൾ ഫലിച്ചതിന്റെ ആശ്വാസത്തിൽ ദേവയാനി വേഗം കാറിലേക്ക് കയറുന്നു. ഗംഗ ദേവയാനിയോടൊപ്പം അവിടുന്ന് മടങ്ങുമ്പോൾ എങ്ങനെ ഇതെല്ലാം താൻ ഗംഗയെ ബോധ്യപ്പെടുത്തുമെന്നതിനെ കുറിച്ചായിരുന്നു ഗൗരിയുടെ ആശങ്ക. അപ്പോഴേക്കും കൈലാസത്തിലെ കിച്ചണിൽ കയറി അവിടെ എന്തെങ്കിലും ഭക്ഷണം ഇരിപ്പുണ്ടോ എന്ന് എല്ലാ പാത്രങ്ങളുടെയും മൂടപാത്രം പൊക്കി നോക്കി ആകെ വിഷമത്തോടെ കൈമോതി നിന്നു. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഒന്ന് കഴിക്കാൻ. വിശന്നിട്ടാണെങ്കിൽ വയറ് കരിയുന്നു. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം എന്നാലോചിച്ച് വേഗം ചെന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കി. അപ്പോ ഫ്രിഡ്ജിനകത്തും ഒന്നും കാണാത്തത് കൊണ്ട് ആകെ നിരാശയോടെ അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് ശ്രേയ എത്തി. അമ്മ എന്തെടുക്കുവാ? ഇവിടെ ഗംഗയില്ലാത്തത് കൊണ്ട് അമ്മ വീട്ടുജോലി ചെയ്യാന്ന് കരുതിയോ എന്ന് ചോദിച്ചതും ഉടനെ കൈമോതി പറഞ്ഞു, പിന്നെ വീട്ടുജോലി ചെയ്ത് എന്റെ പട്ടി ചെയ്യും എന്ന് പറയുമ്പോ ശ്രേയ ചോദിച്ചു, പിന്നെ അമ്മ എന്താ ഇവിടെ കാണിക്കുന്നത്?
അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, എടി എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ നോക്കുക എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അവിടെയാണ് ഞാനാണെങ്കിൽ ആന്റി പോയിട്ട് കാര്യങ്ങൾ എന്തായെന്ന് അറിയാത്തതിന്റെ ടെൻഷനിലാണ്. ആന്റി പോയിട്ട് കാര്യങ്ങളൊക്കെ സക്സസ് ആയോ, എന്തായി എന്നൊക്കെ അറിയാത്തതിന്റെ ടെൻഷൻ ഞാൻ നിൽക്കുമ്പോ അമ്മയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാത്തതിന്റെ കുഴപ്പമാണല്ലേ എന്ന് ചോദിച്ചതും ഹൈമവതി പറഞ്ഞു, എടി ഞാനും ആ ടെൻഷനിൽ തന്നെയാ, നിനക്കറിയാവല്ലോ, ടെൻഷൻ കൂടിയാ എനിക്ക് വല്ലാതെ വിശക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഓർത്തൂടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. അത് കേട്ട ഉടനെ ശ്രേയ പറഞ്ഞു, എന്റെ അമ്മ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിച്ച് ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യുമെന്ന്. അപ്പോഴേക്കും ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, ഇനി മോളെ ഇനി എന്ത് കണ്ടുപിടിക്കാനാണ്, നീ കണ്ടതല്ലേ കുറച്ചു മുൻപേ തന്നെ ഞാൻ ആ തോക്കെടുത്തെറിഞ്ഞപ്പോ ഞാൻ എറിഞ്ഞത് എങ്ങോട്ടാ, അത് വന്നത് എങ്ങോട്ടാ. നമ്മൾ എന്ത് പ്രയോഗിക്കാൻ ശ്രമിച്ചാലും അത് ബൂമറാങ് പോലെ നമുക്ക് നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ അത് തിരിച്ചു വരും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, തൽക്കാലം ഈ വീട്ടിൽ കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ അത് വേറൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് വഴിതെളിക്കും. വീണ്ടും നമ്മൾ പുതിയ പദ്ധതി കണ്ടുപിടിക്കും, ഇതിനെ എങ്ങനെ നേരിടുമെന്ന് ഓർത്തു. അത് വീണ്ടും നടപ്പിലാക്കാൻ നോക്കുമ്പോൾ അതും ആകെ കുഴപ്പത്തിലാവും. ഇത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടും ശ്രേയ പറഞ്ഞു, എന്റെ അമ്മേ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ അമ്മ എന്തെങ്കിലും ഒരു ഐഡിയ പറ, അതല്ല ഞാൻ ചോദിച്ചത്. ഉടനെ ഹൈമവതി പറഞ്ഞു, അത് തന്നെയാ ഞാൻ പറയുന്നത്, അവസാനം ഇനി ഒരു കാര്യം ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ വേണ്ട, ഏതെങ്കിലും സമയത്ത് നാക്കിൽ ഗുളികം കയറിയിരിക്കുന്ന സമയത്ത് പോലെ ഞാൻ പറയുന്നെങ്കിൽ പിന്നെ അതും നടക്കും, അതുകൊണ്ട് വേണ്ട എന്ന് ഹൈമവതി സ്വയം ആശ്വസിപ്പിച്ചു. ഉടനെ തന്നെ ശ്രേയ ചോദിച്ചു, എന്റെ അമ്മയോട് ഞാൻ ചോദിച്ച കാര്യം എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് ചോദിച്ചതും അവസാനം ഹൈമവതി പറഞ്ഞു, എടി മോളെ ഈ ഗൗരിയെ തളയ്ക്കാനായിട്ട് അവസാനം നമ്മൾ കണ്ടെത്തിയ ആശ്രയം എന്താ, നീ ആ ഗുരുവമ്മയുടെ അരികിൽ ഒന്ന് ചെന്ന് നോക്ക്, ഗുരുവമ്മ എന്തെങ്കിലും വഴി കാണിച്ചു തരും, വേഗം റെഡിയായി ഗുരുവമ്മയെ പോയി കാണാൻ നോക്ക്. ഉടനെ ശ്രേയ പറഞ്ഞു, അത് ശരിയാ, ഗുരുവമ്മയാണല്ലോ അന്ന് ആ മണ്ഡപത്തിലേക്ക് ഗൗരി കടന്നു വരാതെ തടഞ്ഞത്, അതിനവർക്ക് സാധിക്കും. ആ ഗൗരിയെ തളയ്ക്കാൻ ഗുരുവമ്മയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷേ ബാക്കി സംഭവിച്ചതൊക്കെ എന്റെ ദൗർഭാഗ്യമല്ലേ, എന്തായാലും ഞാൻ ഗുരുവമ്മയെ പോയി കാണാം എന്ന് പറഞ്ഞത് ഹൈമവതി പറഞ്ഞു, എന്നാ നീ സമയം കളയാതെ വേഗം റെഡിയായി ചെന്ന് ഗുരുവമ്മയോട് കാര്യങ്ങൾ പറയാൻ നോക്ക്. ഞാൻ അപ്പോഴേക്കും എനിക്ക് വിശക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കി ഞാൻ എടുത്ത് കഴിക്കട്ടെ, നീ വേഗം പോയി ഗുരുവമ്മയെ കാണാൻ എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട് വേഗം തന്നെ ശ്രേയ അവിടുന്ന് ഗുരുവമ്മയെ കാണാനായി പുറപ്പെട്ടു. ഈ സമയത്ത് ഗുരുവമ്മയുടെ ശിഷ്യ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഗുരുവമ്മ ഇപ്പോഴും തീർത്ഥാടനത്തിലാണെന്ന് കേട്ടതോടെ ആകെ ടെൻഷനിലായി ശ്രേയ. ഇനി എന്നാ ഗുരുവമ്മ മടങ്ങിയെത്തുമെന്ന് ചോദിച്ചതും ആ ശിഷ്യ പറഞ്ഞു, എന്തായാലും ശ്രേയ ഇവിടെ എത്തുമ്പോ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നതാണ് തന്നോട് തനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ശ്രേയ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു പോംവഴി നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഗൗരിയുടെ കാര്യത്തിൽ അന്ന് ഗുരുവമ്മ ഗൗരിയെ ആ മണ്ഡപത്തിൽ കയറി വരാതെ അവിടെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഗുരുവമ്മ ചെയ്തതായിരുന്നല്ലോ. ഇപ്പോ ഗൗരിയാണ് നിങ്ങൾക്ക് ഏറ്റവും വെല്ലുവിളിയായി മാറിയിരിക്കുന്നതെങ്കിൽ അതിനും പോംവഴി എന്തെങ്കിലും കണ്ടുപിടിക്കാം. എന്തായാലും തൽക്കാലം സമാധാനത്തോടു കൂടി ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിഷ്യ ഞാനൊന്ന് നോക്കട്ടെ എന്നറിയിച്ചു. ഉടനെ ഗുരുവമ്മയുടെ കാര്യം പറഞ്ഞത് കേട്ട് ശ്രേയ പറഞ്ഞു, അതെ, എനിക്ക് ഇപ്പോ പറയാനുള്ളത് വേറൊന്നുമല്ല, ഗുരുവമ്മയ്ക്ക് അന്ന് ഗൗരിയെ തളയ്ക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ഗൗരിയെ ആ മണ്ഡപത്തിൽ കയറാതെ ഗുരുവമ്മ തളച്ചു നിർത്തിയത് കൊണ്ടാണല്ലോ അന്ന് അവിടെ സമാധാനത്തോടു കൂടി ഞങ്ങൾ നിന്ന്. ബാക്കി സംഭവിച്ചതൊക്കെ ഗുരുവമ്മയുടെ കയ്യിലെ പ്രശ്നങ്ങളല്ലല്ലോ, അതൊക്കെ എന്റെ വിധി, അല്ലെങ്കിൽ അങ്ങനെ വന്ന് സംഭവിച്ചു പോയി, അതിനെ നമുക്ക് ആർക്കും തടയാൻ കഴിയുന്നതായിരുന്നില്ലല്ലോ എന്നും ശ്രേയ അറിയിച്ചു. എന്തായാലും എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നടക്കാതെ പോയത് എന്ന് ഗുരുവമ്മയോട് ഇനി ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും, എന്തായാലും ഒരു പരിഹാരം ഉടനെ തന്നെ തനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ശ്രേയ ആ ശിഷ്യയോട് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ ശിഷ്യ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ധ്യാനത്തിലിരിക്കുന്നു. അപ്പോഴേക്കും ധ്യാനത്തിലിരിക്കുന്ന ആ ശിഷ്യയുടെ മനസ്സിലേക്ക് ഗൗരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപം മനസ്സിലേക്ക് കടന്നു വന്നു. ഉടനെ തന്നെ ആ ശിഷ്യ പറഞ്ഞു, അതെ, ഇനി വരുന്ന പൗർണമി വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ഈ അമാവാസിയിൽ ഗംഗയ്ക്ക് ശക്തി കൂടുകയും വരം ലഭിക്കുകയും ചെയ്യും. അത് കേട്ടതോടെ ശ്രേയ ചോദിച്ചു, വരം ലഭിക്കുമെന്നോ, എന്ത് വരം? അപ്പോഴേക്കും ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞു, അത് വ്യക്തമല്ല, എന്തായാലും ഇനി പൗർണമിയാകാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞത് ശ്രേയ ആകെ നിരാശയോടെ അവിടുന്ന് മടങ്ങി. അപ്പോഴേക്കും വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഗംഗ ശ്രീ മഹേശ്വരന്റെ മുന്നിലെത്തി തന്റെ സങ്കടങ്ങൾ പറഞ്ഞു. എന്നും മഹിയേട്ടന്റെ നന്മ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. മഹിയേട്ടന് ഒരാപത്ത് സംഭവിക്കരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ മഹിയേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ മഹിയേട്ടനോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയാൽ ഞങ്ങളുടെ ജീവിതം അത് വലിയൊരു ആപത്തിലേക്ക് വന്നെത്തിക്കുമെന്നും പ്രത്യേകിച്ച് എന്റെ മഹിയേട്ടന്റെ ജീവന് അത് ആപത്തായി മാറുമെന്നും ഞാൻ എന്റെ മഹിയേട്ടന്റെ ജീവൻ ആപത്താണെന്ന് അറിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ശ്രീ മഹേശ്വര ചെയ്യുക എന്നെല്ലാം വിഷമത്തോടെ
ഗംഗ ശ്രീമഹാവിഷ്ണുവിന് മുന്നിൽ സങ്കടപ്പെട്ടുകൊണ്ട് നിന്നു. അങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോ അവിടേക്ക് മാളൂട്ടി ഗംഗെ എന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഗംഗ പെട്ടെന്ന് എന്താ മാളൂട്ടി എന്ന് ചോദിച്ച് മാളുവിനോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോ മാളൂട്ടി പറഞ്ഞു ഗംഗയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അത് കേട്ടതോടെ ഗംഗയ്ക്ക് അതിശയമായി. സർപ്രൈസോ? എന്താ മാളു എന്ന് ചോദിച്ചപ്പോ വേഗം ദാ ഇത് ആരാ വിളിക്കുന്നത് നോക്കിയേ എന്ന് പറഞ്ഞ് മാളു തന്റെ കയ്യിലിരുന്ന ഫോൺ ഗംഗയ്ക്ക് നേരെ നീട്ടി. ഗംഗ കോളെടുത്ത് ഹലോ എന്ന് പറഞ്ഞതും മഹി ഗംഗയോട് സംസാരിച്ചു. ഗംഗ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചതും ഞാൻ വീട്ടിലുണ്ട് മഹിയേട്ടാ, റൂമിലുണ്ട്. എന്ത് ചെയ്യുക എന്ന് ചോദിച്ചതും ഇല്ല റൂമിലുണ്ടായിരുന്നു മഹിയേട്ടാ എന്ന് മറുപടി പറഞ്ഞു. ഓ ഞാൻ ഓർത്തില്ല. അല്ല ഞാനേ വിളിച്ചതേ ഗംഗ എവിടെ പോയതായിരുന്നു? ഞാൻ പോകുന്നതിന് ശേഷം എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അമ്മയുടെ കൂടെ എവിടെ പോയതായിരുന്നു? പുറത്തു പോയെന്ന് മോള് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ ഗംഗ എന്ത് കളവ് പറഞ്ഞ് മഹിയുടെ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഓർത്ത് ആകെ ടെൻഷനോടെ നിൽക്കുന്നു.